നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി. ഇമെയിലിലൂടെയാണ് ബോംബ് ഭീഷണി എത്തിയത്. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. തിരുവനന്തപുരത്തെ ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. രാജ്ഭവനും ഭീഷണി സന്ദേശമുണ്ട്. ബോംബ് ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയായി സംസ്ഥാനത്തെ പലയിടങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലും പരിശോധന പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി എത്തിയിരുന്നു. വിമാനത്താവളത്തിലെ മാനേജറുടെ ഇമെയിലിലേക്കായിരുന്നു ഭീഷണി സന്ദേശം എത്തിയത്. അതിനു മുൻപ് സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനു മുൻപ് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഹോട്ടലുകൾക്കും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടലിലും ആക്കുളത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ഹോട്ടൽ അധികൃതരാണ് സന്ദേശമെത്തിയ വിവരം പോലീസിനെ അറിയിച്ചത്. ഇതും സെക്രട്ടേറിയറ്റിന് പരിസരത്തുള്ള ഹോട്ടലുകളായിരുന്നു. പോലീസ് നായ്ക്കളെ കൊണ്ടുവന്ന് ബോംബ് സ്ക്വാഡ് പരിശോധനയും നടത്തി. തമ്പാനൂരിലെ സ്വകാര്യ ഹോട്ടലിന്റെ മെയിലിലേക്കായിരുന്നു സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തിയത്. ഭീഷണിയെ തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചിരുന്നു. ഫയർഫോഴ്സ് വാഹനങ്ങൾ സജ്ജമായിരുന്നു. താമസക്കാരുടെ സാധനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടെ നേരത്തെ ക്രമീകരിച്ച പരിപാടികൾ യഥാസമയം ഹോട്ടലിൽ നടക്കുകയും ചെയ്തു. ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഉച്ചയോടെ പൊട്ടുമെന്നുമായിരുന്നു ആക്കുളത്തെ ഹോട്ടലിൽ വന്ന ഇമെയിൽ സന്ദേശം. തുടർന്ന് ഹോട്ടൽ പരിസരത്തും മുറികളിലും ബോംബ് സ്ക്വാഡും തുമ്പ പോലീസും പരിശോധന നടത്തി. താമസക്കാരെ ഒഴിപ്പിക്കാതെയായിരുന്നു ആ പരിശോധന. തിരുവനന്തപുരത്തെ കളക്ടറുടെ പേരിലും വ്യാജ മെയിൽ ഭീഷണി സന്ദേശം അയച്ചതിന് പിന്നാലെ മാപ്പപേക്ഷയും മെയിൽ അയച്ചിരുന്നു. കളക്ടറുടെ പേരിൽ മെയിൽ ഉണ്ടാക്കി കളക്ടർക്ക് തന്നെ മെയിൽ അയച്ചു. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണമെന്ന് മൈക്രോസോഫ്റ്റിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായി എത്തുന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. വ്യാജ ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് പോലീസിന് വെല്ലുവിളിയാകുന്നത്. ഇമെയിൽ വിലാസമുണ്ടാക്കിയത് ഡാർക്ക് വെബിൽ നിന്നാണ്. പോലീസിനെ വട്ടം ചുറ്റിക്കുന്നത് സൈബർ സൈക്കോ ആണെന്നാണ് വിവരം. ഇമെയിൽ സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറണമെന്ന് മൈക്രോസോഫ്റ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വ്യാജ ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് ഇതുവരെ എടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭീഷണി സന്ദേശം എത്തിയതും തിരുവനന്തപുരത്താണ്. 9 കേസുകൾ എടുത്തുവെങ്കിലും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടില്ല. പോലീസുകാർ വട്ടം ചുറ്റുന്നത് കണ്ട് ആസ്വദിക്കുന്ന സൈബർ സൈക്കോയാണ് തട്ടിപ്പ് മെയിലുകൾക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ഡാർക്ക് വെബിലെ IP വഴി രജിസ്റ്റർ ചെയ്ത ഹോട്ട്മെയിലിൽ നിന്നാണ് സന്ദേശങ്ങളെല്ലാം എത്തുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഇമെയിലുകളിലുണ്ട്. ഇമെയിലിന്റെ ഉറവിടം തേടിപ്പോയിട്ടും പോലീസിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ പരമാവധി വിവരം പങ്കുവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മൈക്രോസോഫ്റ്റിന് പോലീസ് കത്ത് നൽകിയത്.